ലിനൻ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കാണുമ്പോൾ നമുക്കൊരു ആപ്ലിക്കോക്കിന്റെ ആ ഒരു ഫീൽ ആണ് വരുന്നത്. ഇത് ആപ്ലിക്കോക്ക് അല്ല, ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു സെയിം ടോണിൽ തന്നെ, ഓണിയൻ പിങ്കിൽ തന്നെയുള്ള ത്രെഡ് വർക്ക് വെച്ചിട്ടായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കോക്കിന്റെ ആ ഒരു ഫീലാണ് സാരി വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ലിനനിൽ ഈ ഒരു പാറ്റേണിലാണ്, ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഒരു ജാൽ പാറ്റേണിലാണ് ഫുൾ സാരി വരുന്നത്. നല്ല നീറ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ് ആണ്. കംഫർട്ട് വൈസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ലോവർ പോർഷൻ വരുന്നത്, ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ലുക്കിലായിരിക്കും, ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കുക കേട്ടോ. സാരി ഒരു അണിയൻ പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഫിനിഷ് ഉണ്ടോ, ഫുൾ ഫ്ലോറൽ ഡിസൈൻസ്, സിമ്പിൾ ബോർഡർ. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ, ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. അതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് മാറി മാറി വരും. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഫാബ്രിക് വൈസ് സെയിം തന്നെ വരുന്നത്. ലിനൻ തന്നെ ഫാബ്രിക് വരുന്നത്. ആ ഒരു ഐവറി ക്രീമാണ് എല്ലാ സാരീസിന്റെയും ബേസ് കളർ വന്നിട്ട്. ഇതിൽ ആ ഒരു ആപ്ലിക്കോക്ക് അല്ല കേട്ടോ, സോറി, ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ആപ്ലിക്കോക്കിന്റെ ഒരു ഫീലിൽ വരുന്നതുകൊണ്ടാണ് കാണാൻ ശരിക്കും ഒരു ആപ്ലിക്കോക്കിന്റെ അതേ ലുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആപ്ലിക്കോക്ക് എന്ന് പറഞ്ഞത്. ഇത് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ത്രെഡ് വർക്ക് വെച്ചിട്ടാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഒലിവ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ലൊരു റെയർ കോമ്പിനേഷൻ. പല്ലു ബോഡി കംപ്ലീറ്റ് അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ വർക്ക് വരുന്നത്. പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു റസ്റ്റിക് ടോൺ ആണ് സാരി വരുന്നത്. പേൾ ക്രീമും റസ്റ്റിക്കും കൂടിയുള്ള കോമ്പിനേഷനാണ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ലതാട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ ഡിസൈൻസ്, ആ ഒരു ത്രെഡ് എംബ്രോയിഡറി തന്നെ വരുന്നുണ്ട് സാരിക്ക്. ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ നല്ലൊരു വേവി പാറ്റേണിലായിരിക്കും സാരിയുടെ ആ ഒരു ബോർഡർ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. വിത്ത് സിമ്പിൾ റിബൺ ബോർഡർ വരുന്നുണ്ട്. അത് കൂടാതെ ആയിരിക്കും ഒരു ത്രെഡ് വർക്കിലുള്ള ബോർഡർ വരുന്നത്. മുന്താണി, ബ്ലൗസ്. അടുത്ത കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. ആ ഒരു ഐവറി ക്രീമും ലാവൻഡറും കൂടിയുള്ള നല്ല കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ, വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ബോഡി, മുന്താണി, പ്രിന്റഡ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആയിരുന്നു ഇന്ന് വന്നത്. നല്ല ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ സെയിം ഡിസൈനിൽ ഒരു ആപ്ലിക്കോക്കിന്റെ ഫീൽ വരുന്ന ത്രെഡ് വർക്കിലായിരുന്നു സാരീസ് വന്നിരുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു മൗ ടോൺ ആണ്, ലൈറ്റ് മൗ ടോൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ ഡിസൈൻ, ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു ജാൽ പാറ്റേണിലായിരിക്കും ലോവർ ഏരിയ വരിക. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള പ്രിന്റഡ് ബ്ലൗസ്.